അതിന് പാർട്ടിയെ സജ്ജമാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു പരിശീലനം ആ തിരഞ്ഞെടുപ്പിലുണ്ടാകും. തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിയുടേതാവും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവരുടെ ഓരോ ഇടപെടലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് സമൂഹത്തിൻ്റെ കുറേ വ്യതകളുണ്ട്. ആ വ്യതകളെ പറയാതെ പോകുന്നതോ അഡ്രസ് ചെയ്യാതിരിക്കുന്നതോ ശരിയല്ലെന്ന് ഞാൻ കരുതുന്നു. ഇന്നിപ്പോൾ നമുക്ക് അവസാനമായി ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്, അത് ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, പൊതുപ്രവർത്തകൻ, ഒരു പിതാവ് എന്ന നിലയിൽ നമ്മുടെ മക്കൾ തിരിച്ചു വരണ്ടേ, പുറത്തോട്ട് പോയാൽ തിരിച്ചു വരണ്ടേ, വലിയ ചോദ്യമാണ്. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യതയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരും? എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെയാണ് മാറുന്നു? നിയമവാഴ്ച തകർക്കപ്പെട്ടു എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് പാളിച്ചകൾ സംഭവിക്കുന്നു. ഇതൊരു രാഷ്ട്രീയമായ തർക്കത്തിന് വേണ്ടി ഞാൻ പറയുന്നതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി പറയേണ്ടതാണെങ്കിലും ഇതിനെ ഞാനതായിട്ട് കാണുന്നില്ല. അപ്പം അതൊരു വലിയ വിഷയമാണ്. ഇന്ന് നമുക്ക് സ്വന്തമായി ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുമ്പോൾ എത്രയോ മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അരുതാത്തതും കാണാത്തതും അല്ലെങ്കിൽ കേൾക്കാത്തതുമായ ക്രൂരമായ മുഖങ്ങളാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് 1.5 ആഴ്ച കൊണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 37 ലക്ഷം പിടിച്ച നിമിഷപ്രിയയുടെ കഥയും നമ്മുടെ മുന്നിലുണ്ട്. സമൂഹത്തിൽ നന്മയുടെ പറ്റാത്ത കണികൾ എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. പക്ഷെ ഇത് രണ്ടിൻ്റെയും ഒരു ബാലൻസിങ് ഉണ്ട്. അപ്പം അതിനെതിരെ എൻ്റെ മനസ്സിൽ അറക്കണ്ണിന് തെന്നാലായതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനൊരു പ്രതിരോധം തീർക്കാൻ അതിന് നമുക്ക് എന്താവും എന്നുള്ളതാണ്. അതൊക്കെ പിന്നെ സത്യത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരിക്കാം അതിൻ്റെ നിലപാടുകൾ പറയുക എന്നുണ്ടെങ്കിൽ അതൊരു സാധ്യമായൊരു ചെയ്യാം. അതുപോലെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചൊരു ജനാധിപത്യ മതേതര കൺസെപ്റ്റ് ഇന്ന് തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് തൃശ്ശൂരിൻ്റെതായിട്ട് നമുക്കൊന്നും പറയാനില്ല. തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ പെരുന്നാളുകൾ, നേർച്ചകളൊക്കെ ഇന്ന് വ്യത്യസ്തമായി അറിയപ്പെടാൻ തുടങ്ങി. പണ്ട് അതില്ല. പണ്ട് ഇതൊക്കെ അറിയപ്പെട്ടിരുന്ന തൃശ്ശൂരിൻ്റെ പേരിലായിരുന്നു. എവിടെയോ നമുക്കത് കൈവിട്ടു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നേതൃത്വങ്ങളൊക്കെ പണ്ട് പൂരപ്പറമ്പിൽ ചീട്ടുകളി കാണാൻ നിന്നിരുന്നതും പിന്നെ റൗണ്ടിക്കോടെ നടക്കണ കാഴ്ചയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇന്ന് അങ്ങനെയുണ്ടോ? അപ്പം എവിടെയോ അതിന് താളം തെറ്റി എന്നുള്ളതാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ ഒരു ശ്രമത്തിന് ഒരു തുടക്കം കുറിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായി ഇന്ന് ജില്ലയ്ക്ക് എന്താണ് അവകാശപ്പെടാറുള്ളത്? നമ്മളുടെ വൈരക്കൽ മേഖല പോയി, ഓട്ട് മേഖല പോയി, റബ്ബർ തോട്ടങ്ങൾ പോയി, അതുപോലെ മലയോര കർഷകരിൽ നിന്ന് വന്യജീവി മനുഷ്യ സംഘർഷത്തിൽപ്പെട്ട് പലരും പാലായനം ചെയ്യുന്നു, കൃഷി നിർത്തുന്നു. കോൾ കർഷകർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ നമുക്കിന്ന് എന്താണ് സ്വന്തമായിട്ടുള്ളത്? ഇന്ന് ആകെ കൂടി നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഈ ബാധ്യതകളാണ്. ലോണില്ലാത്ത ഒരാൾ പോലും ഇന്ന് തൃശ്ശൂർ ജില്ലയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ വിശാലമായ സബ്ജക്റ്റുകളായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇതിനൊക്കെ നമുക്ക് പരിഹാരം കാണേണ്ട വിഷയങ്ങളാണ്. അതിനെ എല്ലാ പാർട്ടികളും ഞാൻ ഒരു സ്ഥലത്തും ഞാൻ സ്വയം ഒരു വിമർശനത്തോടു കൂടി പറയാണ്. ഈ റാഗിങ് നടന്ന് എല്ലാവരും കൂടെ എന്തുകൊണ്ട് പറയുന്നില്ല? എൻ്റെ മകള് പഠിക്കുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ ഇവിടെ അത് പറയുമ്പോൾ പോലും നമുക്കത് അത്രയും വേദന വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിച്ചത്. ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ. അതുപോലെ തന്നെ നമുക്ക് ഈ മയക്കുമരുന്നിൻ്റെ എന്താ ചെയ്യുക? അതൊരു തലമുറ വലുതായി വരികയാണ്. അതിനെ നേരിടുന്നത് എല്ലാവർക്കും യുവജന സംഘടനകളുണ്ട്, SFI ഉണ്ട്, പിന്നെ ABVP ഉണ്ട്, നമുക്ക് KSU ഉണ്ട്. ഇതിലൊക്കെ വരുമ്പോൾ ഇതിനൊന്നും ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്ത ഒരു ടീമിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നതാണ്. അങ്ങനെ ഒരു വ്യതയാണിത്. ഞാനത് തർക്കത്തിന് വേണ്ടി പറഞ്ഞല്ല. രാഷ്ട്രീയമായി ഞങ്ങളുടെ തിരിച്ചുവരവ് കോമൺ പബ്ലിക് ആഗ്രഹിക്കുന്നു. അതിനെ ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അത് അഡ്രസ്സ് ചെയ്ത് അവരുടെ ഭാഗമായി ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്.
ഒരു യുവജന പ്രവർത്തകനായിട്ട് പൊതുരംഗത്ത് വന്ന ആളാണ്. യൂണിറ്റ് തലത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ജില്ലാ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റായി, CPIM-ന്റെ ഒരു ബ്രാഞ്ച് മെമ്പറായി ആരംഭിച്ച് ഇപ്പോൾ സമ്മേളനം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകരുമായിട്ടും ഉള്ള ആത്മബന്ധമാണ് എൻ്റെ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തകർ, വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിലുള്ള, സാമൂഹിക സംഘടനകളിലുള്ള പ്രവർത്തകരും നേതാക്കളും ഒക്കെയായിട്ട് ആത്മബന്ധം മുഴുവനായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ എങ്കിലും പല പാർട്ടികളിലും സുഹൃത്തുക്കളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അത് കേവലം തെരഞ്ഞെടുപ്പിലുള്ള പരസ്പര മത്സരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള കുറേയേറെ സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് ജില്ല മാത്രമല്ല, സംസ്ഥാനം മാത്രമല്ല, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ, ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, കൊച്ചനിയനെ ഒരു സർവകലാശാല യുവജനോത്സവത്തിനിടയിലാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. EK ബാലനും KR തോമസും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെ, യുവജന വിദ്യാർത്ഥി നേതാക്കളെ നഷ്ടമായിട്ടുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടെ. ഇപ്പൊ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനം സർഗാത്മകമാവണം എന്ന നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. ചില ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആണെങ്കിൽ പോലും കോളേജിൽ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ മറ്റുള്ളവരെ റാഗ് ചെയ്യുക എന്നുള്ള കാര്യം അത് തീർച്ചയായും അനുചിതവും എതിർക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ആരംഭിച്ചതല്ല, കുറെ വർഷങ്ങളായിട്ട് പല തലങ്ങളിൽ നമുക്കിടയിലുണ്ട്. അത്തരം പ്രവണതക്കെതിരായിട്ടുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മയക്കുമരുന്ന് വ്യാപനം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് ഏറ്റവും എന്താ പറയുക, അപകടകാരികളായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, അതിനെതിരായിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ. തീർച്ചയായും അക്കാര്യത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാതെ തന്നെ കൈകോർക്കാൻ ഞങ്ങൾ കൂടി സന്നദ്ധമാണ് എന്ന് സന്ദർഭത്തിൽ പറയാം. കാരണം അത് സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു മാരകമായ വിപത്ത് തന്നെയാണ്. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഒന്നാണ് മയക്കുമരുന്ന് എന്നുള്ളത്. അത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥി സമൂഹം ഇതിപ്പോ വലിയ തോതിൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം വിശാലമായ ഈ ലോകത്തിന്റെ ആകാശത്തേക്ക് പറക്കാൻ അവർക്ക് അവകാശമുണ്ട്. പറക്കണം, പഠിക്കണം. പക്ഷെ അങ്ങനെ പോകുന്ന കുട്ടികൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. കാരണം പലരും വരുന്നില്ല, അവിടെ സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അത് ഗവൺമെന്റിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ഒരു സാമൂഹ്യ അഭിപ്രായ സമന്വയം ഈ പുതിയ തലമുറയിലേക്ക് നൽകാൻ നമുക്ക് കഴിയണം. മതസംഘടനകളും സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന് ഉതകുന്ന വിധത്തിൽ ഉള്ള ഒരു സമ്പ്രദായത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. ഞങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. പ്രാദേശികമായിട്ടൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള കുറവുകൾ അത് ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളിൽ, അത് ബ്രാഞ്ച് മുതൽ ജില്ല വരെ നടന്ന സമ്മേളനങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായി. മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ വിമർശനങ്ങൾ. അത് ഞങ്ങളുടെ സമ്മേളനത്തിൽ ചർച്ച എന്ന് പറയുന്നത്
വിമർശനവും സ്വയം വിമർശനവുമാണ്. ഓരോ ഘടകത്തിനും വന്നിട്ടുള്ള കുറവുകൾ, ഉപരിഘടകത്തിന് വന്ന വീഴ്ചകൾ, ഇതെല്ലാം സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും പരാമർശിക്കപ്പെടും. ആ പ്രക്രിയ ഈ സമ്മേളനങ്ങളിൽ നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോരായ്മകളും പരാജയവും പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ മുന്നേറാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ജില്ലയിലെ ഇടതുപക്ഷം കരുത്തുള്ള പ്രസ്ഥാനമാണ്. ഇപ്പോ ഒരു 30 കൊല്ലം മുമ്പ് ഞങ്ങൾ ഇതേ നിലവാരത്തിൽ ഉണ്ടായിരുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ എതിരാളികൾക്കാണ് ജില്ലയിൽ പ്രാമുഖ്യമുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് 13-ൽ 12 നിയമസഭാ സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് ആരെങ്കിലും ദയാപൂർവം അനുവദിച്ച ഒരു കാര്യമല്ല. ഒരു വലിയ പ്രവർത്തന പദ്ധതിയിലൂടെ, പോരാട്ടത്തിലൂടെ ഞങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അത്തരം മുന്നേറ്റവും വിജയവും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് സംഭവിച്ച പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ആമുഖമായിട്ട് ഇത്രയാണ് പറയാനുള്ളത്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവഗണനയെയും എതിർപ്പിനെയും എല്ലാം നേരിട്ട് പ്രതീക്ഷയുടെ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ വിജയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധവും നൽകുന്നതാണ്. അപ്പൊ തുടർ പ്രവർത്തനങ്ങളിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനും സുരേഷ് ഗോപിജി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ടുള്ള പഞ്ചായത്തുകൾ 27 പഞ്ചായത്തുകളിൽ ഈ 5 നിയോജക മണ്ഡലത്തിനകത്ത് സുരേഷ് ഗോപിജി ലോക്സഭാ ഇലക്ഷനിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ പഞ്ചായത്തുകളിൽ ആ വിജയം ആവർത്തിക്കുകയും ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ വിജയത്തിന് ഉതകുന്ന രീതിയിലേക്ക് സംഘടനയെ ഒരുക്കുക എന്നുള്ളതുമായ ഒരു വലിയ പ്രവർത്തന പദ്ധതിയാണ് എന്നിൽ സംഘടന ഏൽപ്പിച്ചിട്ടുള്ളത്. BJP-യെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ച പോലെ റാഗിംഗ് ആയാലും സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ, ലഹരിയായാലും ഈ വിഷയങ്ങളിലെല്ലാം പൊതുസമൂഹത്തിനൊപ്പം നിൽക്കുവാൻ എൻ്റെ പ്രസ്ഥാനവും അതിനുതകുന്ന ഒരുക്കങ്ങൾ, ബോധവൽക്കരണം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികമായിട്ടുള്ള പാരമ്പര്യ വ്യവസായങ്ങൾ പലതും നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചു തകർന്നിട്ടുണ്ട്. ആ തകർച്ചയ്ക്ക് കാരണം തുടർന്ന് കേരളം ഭരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചൊരു വിചിന്തനം നടത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്നു. ഒരു സാധാരണ പ്രവർത്തകനായി എളവള്ളി പഞ്ചായത്തിൽ ഒരു 63-ാം നമ്പർ ബൂത്തിന്റെ പ്രസിഡന്റായി ആരംഭിച്ച് മണലൂർ മണ്ഡലത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ കഴിഞ്ഞ 20 വർഷമായി ജില്ലാ ടീമിനോടൊപ്പം പ്രവർത്തിക്കുകയാണ്. അനീഷിയോടൊപ്പം, മുൻ ജില്ലാ അധ്യക്ഷനോടൊപ്പം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്ന, സമാജത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹകരണവും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വ്യക്തമാണ്, നമ്മൾ ഈ പൂരങ്ങളും ഉത്സവങ്ങളും അതുപോലെ പെരുന്നാളുകളൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയ ആശങ്കയാണ്. ആൾക്കാർ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ തർക്കത്തിനല്ല. ചില സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നു, അത് രാഷ്ട്രീയമായി മുതലെടുപ്പിന് പലരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം?
പൂരത്തിന് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പൂരത്തിൻ്റെ ആദ്യത്തെ പിരിവ് തുടങ്ങുന്നത് തന്നെ ക്രിസ്ത്യൻ ഫാമിലീസിൽ നിന്നാണ്. അങ്ങനെ കൊക്കാരയ്ക്ക് കിടന്നു മുസ്ലിം കുടുംബങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ അതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ 15 വയസ്സിൽ KSU സെൻറ്റ് തോമസിലാണ് ആരംഭിച്ചത്. അതിന് മുമ്പ് ഞാൻ പിന്നെ 9ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വരണതാണ്. ഞാൻ അത്ര ചെറുപ്പം മുതൽ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും അത് വഴിമാറിപ്പോയി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഓരോ ഇടപെടലുകൾ കൊണ്ടുവരുന്നത്? ഭംഗിയായി പോകുന്നതിന് വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് അതിന് പിന്നെ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ നന്നായി നടന്നു പോകുന്നുണ്ട്. പുത്രാളിക്കാവ് നടക്കുന്നുണ്ട്, മച്ചാട് നടക്കുന്നുണ്ട്, എല്ലാം നടക്കണം. അവിടെയൊക്കെ എന്തിനാ പിന്നെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണേ എന്നുള്ളതാണ്. നടക്കുന്നത് നടന്നു പോകട്ടെ എന്നുള്ളതാണ്. വിശ്വാസികളുടെ മേത്ത് കുതിര കയറരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. നമ്മളിതിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗം ആയാലും അതിലൊക്കെ ക്രിയാത്മകമായി സഹകരിച്ച് പോകണം. പൂരം അതിഗംഭീരമായിരിക്കും. അത് നമ്മളൊരു പ്രൗഢി തന്നെയാണ്. അത് നിലനിൽക്കണം. എല്ലാ ഉത്സവങ്ങളും എല്ലാ ആഘോഷങ്ങളും വിശ്വാസത്തിൻ്റെ ഇതിൽ നടന്നു പോകട്ടെ എന്നുള്ളത് തന്നെയാണ്. അതിനെല്ലാ സഹായവും പാർട്ടിയുടെ ഭാഗത്തുണ്ട്. ഇപ്രാവശ്യവും നടക്കും. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടെയും നടക്കും. അതിന് നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ അത്തരത്തിലുള്ള ഏതെങ്കിലും തടസ്സങ്ങൾ വരികയാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിൻ്റെ MP-യുമായ ബഹുമാന്യായ സുരേഷ് ഗോപി അതിലിടപെടുന്നു. ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹം 2 ദേവസ്വങ്ങളെയും ഡൽഹി വ്യവസായ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തിച്ചു. അതിൽ 2 ദേവസ്വം അധ്യക്ഷന്മാരുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാഴ്ചപ്പാട് മനസ്സിലുള്ളതാണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഈ കഴിഞ്ഞ 8 മാസക്കാലം ഞങ്ങൾക്ക് പുറമേ നിന്നുള്ളൊരു ചുമതലയായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ ആയി കൂടി ആലോചിച്ച് എന്നെ നിയോഗിച്ചിട്ടുണ്ട്. അത് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ 15 വയസ്സിൽ വന്നാണ് KSU യൂത്ത് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി 10 വർഷം, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് 6 വർഷം, DCC ജനറൽ സെക്രട്ടറി പിന്നെ 10 വർഷം, 7 വർഷമായിട്ട് വൈസ് പ്രസിഡന്റ്. എനിക്ക് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സ്വാഭാവികമായി ഇതൊക്കെ സംസാരിച്ച് പരിഹരിച്ച് തീർത്ത് പോകാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ അങ്ങനെ വ്യക്തിപരമായ ഗ്രൂപ്പും അതൊന്നും ഇല്ലാതെ പണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അങ്ങനെ വ്യക്തമായ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്രനായരുടെ പേരിലും ക്യാൻഡിലൊക്കെ അതൊക്കെ തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. ഇതൊന്നും അങ്ങനത്തെ അതിനനുബന്ധമായിട്ട് തന്നെയാണ് K. മുരളീധരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് വളരെ ഗൗരവമായ ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷെ പാർട്ടി അക്കാര്യത്തിൽ ഒരു ഗൗരവമുള്ള ഒരു ചർച്ച പോലും നടക്കുന്നില്ല. K. മുരളീധരനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞു ഇനി നമുക്ക് പുതിയ ജയമാണ് നമ്മുടെ മുന്നിൽ, അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കാറ്. അപ്പോൾ മനസ്സിലായത് സ്വാഭാവികമായും ജയം തന്നെയാണ് ആത്യന്തികമായി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ അധികാരത്തിൽ വരാൻ വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളാണ്, ജയിക്കാറുള്ളതാണ്. മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി അതൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അതിപ്പോൾ ഞാൻ സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വീമ്പ് പറയാനോ അഹങ്കരിച്ച് പറയാനല്ല. നമ്മൾ വിളിച്ചത് നേതൃയോഗമാണ്. അതിൽ പങ്കെടുക്കേണ്ടത് 230 പേരാണ്. വന്നത് എത്ര പേരാണെന്ന് നിങ്ങളൊക്കെ കണ്ടത്. അതൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത് KPCCക്കാണ്. അതിൻ്റെ ആ റിപ്പോർട്ടിൽ എന്താണെന്നോ അതൊന്നും പിന്നെ ജില്ലാ കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് നേതൃത്വമാണ് പരിശോധിക്കുക. സ്വാഭാവികമായും അതൊക്കെ പരിശോധിച്ചതിൽ നിന്നാവും ഇങ്ങനെ പിന്നെ നിർദ്ദേശങ്ങൾ വരുന്നത്. പാർട്ടി ഇന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, പാർട്ടി അധികാരത്തിലെത്തിക്കാൻ വേണ്ട
വിജയിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞാൽ അതിലെല്ലാം ആയില്ലേ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങളിൽ അച്ചടക്ക നടപടി വേണ്ടാന്നുള്ളതാണോ? അല്ല, അച്ചടക്ക നടപടി എന്നല്ലല്ലോ അതില്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതില് പിന്നെ 1-2 പേര് രാജിവെക്കേണ്ട സ്ഥിതികളുണ്ടായി. അതൊക്കെ അവര് രാജിവെച്ചു. അതിനുശേഷം എല്ലാവരുമായി കൂടിയാലോചിച്ചിട്ടാണല്ലോ വേണ്ടതൊരു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അങ്ങനൊരു പട്ടാള ചെട്ടിയും ഭരണമൊന്നും അങ്ങനെയൊന്നും നമുക്ക് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിക്കകത്തുള്ള മെമ്പർമാർക്ക് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക എന്ന പ്രക്രിയയാണല്ലോ ഉണ്ടാവേണ്ടത്. പക്ഷെ അതേ ഇപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ ഒരു വിവാദത്തിന് വേണ്ടി പറയുകയല്ല, മുകളിൽ നിർദ്ദേശിക്കുകയാണ്. ഇനിയിപ്പോ DCC സെക്രട്ടറിമാരെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവകാശപ്പെടുന്ന ജനാധിപത്യമാണോ അതിനകത്തുള്ളത് എന്നുള്ള പ്രസക്തമായ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ജനാധിപത്യം പലപ്പോഴും പറയാറുള്ളത് ഓരോരുത്തർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്നു. അതാണോ ജനാധിപത്യം? ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ കെ മുരളീധരൻ ഹൃദയം പൊട്ടി പറഞ്ഞ ചില കമന്റ്സ് ഉണ്ട്. ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് വന്നിരുന്നില്ല എന്നതാണ്. ശ്രീ കെ മുരളീധരൻ സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് തൃശ്ശൂർ അറിയാതെ എവിടെ അറിഞ്ഞിട്ടുള്ള കാര്യം? പരിഹാരം എവിടെയല്ല വേണ്ടത്. അപ്പോ അത് ചില നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ സത്യത്തിൽ അത്തരം കാര്യങ്ങളിൽ അവകാശവാദങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എന്ന നിലയിൽ എനിക്ക് നടത്താനുണ്ട്. എന്നോട് ചോദിക്കാൻ പോയി, തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാർ അദ്ദേഹം CPIയുടെ കാൻഡിഡേറ്റ് എന്ന നിലയിൽ മാത്രമല്ല ഞങ്ങൾ ട്രീറ്റ് ചെയ്തത്. അത് ഞങ്ങളുടെ കൂട്ടായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ്, സ്ഥാനാർത്ഥിയാണ്. പക്ഷെ പരാജയപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും മത്സരിക്കുന്നത്. പരാജയപ്പെട്ടു. അപ്പൊ പരാജയത്തിനുള്ള കാരണം മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ പേരിൽ CPI ആരോപിച്ചിട്ടില്ല. അത് ഉണ്ടായിട്ടുള്ള കുറവുകളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ ആ നിലയിൽ പരസ്യമായിട്ട് പറയാത്ത വിധത്തിൽ ഒരു സമന്വയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കോർപ്പറേഷനിലെ അംഗസംഖ്യയുടെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമന്വയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയിപ്പം ഏതാനും മാസങ്ങൾ മാത്രമല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളൂ. അപ്പൊ മറ്റു പ്രശ്നങ്ങളില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആത്മകഥകൾ പുറത്തു വരുന്നത് കെ മുരളീധരൻ്റെ വന്നു, EP ജയരാജൻ്റെ വന്നു, VS സുനിൽകുമാറിൻ്റെ വന്നു, G സുധാകരൻ. അത് നിർവാഹല്ലേ ഈ ചിത്രകഥയിലെ ആത്മകഥ എഴുതാറുണ്ട് വട്ടത്തിലിട്ടിട്ട്, അതുപോലെ വന്നു പോകണത്. അതൊരു വിഷയം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞാൻ ജനാധിപത്യം എന്ന് പറഞ്ഞ് മറ്റുള്ള ജനാധിപത്യത്തിലേക്ക് കടക്കണ്ട. അതൊക്കെ കടന്നാൽ ഇവർക്കും സമയം പോകും, നമുക്കും സമയം. പിണറായിയുടെ ജനാധിപത്യം, പിന്നെ മുന്നേ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ജനാധിപത്യം, ഇതൊക്കെ പറയണം. അതല്ല, ഇതൊരു വിഷയം. അതല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട എൻ്റെ നിയമനം എന്ന് പറയുന്നത് 8 മാസത്തിലാണ് ഞാൻ സെക്രട്ടറിയുടെ അറിവിലേക്ക് പറയുക. ഒരുപാട് പേരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടിയിരുന്നിട്ട് നിങ്ങളുടെ പ്രതിനിധികൾ പറയുന്നത് നിങ്ങളുടെ മെമ്പർമാരെ മുഴുവൻ വിളിച്ചിട്ടല്ലല്ലോ, ആണോ? പാർട്ടിയിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ചിട്ടാണോ അത് പ്രാതിനിധ്യ സ്വഭാവം? ഞങ്ങൾക്ക് ആ പ്രാതിനിധ്യ സ്വഭാവമുണ്ട്. ആ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള നേതാക്കന്മാരെ തന്നെ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു. ICC സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി വന്ന് എല്ലാവരും കണ്ടു, ചോദിച്ചു, അഭിപ്രായങ്ങൾ തേടി, സ്റ്റേറ്റിൽ തേടി. അതൊരു പ്രോസസ്സാണ്. അതിനങ്ങനെ നിങ്ങൾ തള്ളിക്കളയരുത്. പിന്നെ ജനാധിപത്യ പ്രസ്ഥാനം ഏതാണെന്നുള്ള ഇന്ത്യ രാജ്യത്ത് ലോകത്ത് മുഴുവൻ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തർക്കത്തിലേക്ക് പോകണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. രാജിവെപ്പിച്ച് വേറെ ഉദ്ദേശമുണ്ടോ? അല്ല, ഈ
പിന്നെ തെരഞ്ഞെടുപ്പിന് നമ്മുടെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ തർക്കം ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല എന്ന കാര്യം വ്യക്തമായിട്ട് പറയാം. അത് ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാവുന്ന ഒന്നല്ല. അല്ല, ഒരു സതീഷ് എന്നുള്ളത് വിടും. നിങ്ങൾ പുറത്താക്കിയെന്നും അദ്ദേഹം പുറത്തു പോയെന്നും പറയപ്പെടുന്ന ഒരു കേസാണത്. അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുന്നു പുറത്തു പോയ ആളാണ്. നിങ്ങൾ പുറത്താക്കി എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരാളൊരു സംഭവം പറഞ്ഞു മറ്റൊരു തലത്തിലാണെങ്കിൽ മറ്റൊരു കേന്ദ്രത്തിലാണെങ്കിൽ ഇതായിരിക്കില്ലല്ലോ ആവേശം. സതീഷിനെ ഞങ്ങൾ അത്ര ഒരു നിങ്ങൾ അങ്ങനെ ഒരു വിശ്വസനീയമായ ഒരു വാർത്തയുടെ കാണുന്നു. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലിയിൽ കൃത്യനിർവഹണത്തിൽ അദ്ദേഹം വരുത്തിയ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ സംഘടനയുടെ ജില്ലാ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളതാണ്. അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിന് വേദന ഉണ്ടാവാം, പ്രതികാരം ഉണ്ടാവാം, അതനുസരിച്ചുള്ള ആരോപണം ഉണ്ടാവാം. അത്രയായിട്ട് ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളൂ. അല്ല, അതിനുള്ള മറുപടിയില്ല ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഒരുപാട് പറഞ്ഞല്ലോ ഈ കാര്യങ്ങളിൽ. അദ്ദേഹത്തിന്റെ നടപടികളിൽ വിശ്വാസയോഗ്യമല്ലാത്ത എല്ലാം പുറത്തു പറയാൻ സാധിക്കില്ല. അതായത് നമ്മൾ പുറത്തേക്ക് എന്ത് പറഞ്ഞാലും കാര്യങ്ങൾ സെലക്റ്റീവ് ആയിരിക്കും എന്നർത്ഥം. അല്ല, അങ്ങനെയല്ലോ പറഞ്ഞത്. നമുക്ക് വേണ്ടത് എടുക്കും, വേണ്ടാത്തത് തടയും. അല്ല, അങ്ങനെയല്ല. കരുവന്നൂര് വിഷയം നമുക്കറിയാം. അതുപോലെ സഹകരണ ബാങ്കിനകത്ത് നടന്ന വലിയ അഴിമതി, അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നൊക്കെ നമ്മൾ വിലയിരുത്തി. ഞാൻ അതിൽ തർക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അവിടുത്തെ സഹകാരികളോടൊപ്പം നിന്നു. സഹകാരികൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. അതൊരു സമരമായിരുന്നു നേരത്തെ സഹോദരി പറഞ്ഞ പോലെയുള്ള ഒരു വലിയ പദയാത്ര സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്നത്. തുടർന്നുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ED അന്വേഷണം ഉണ്ടായി. അതിന് തുടർന്ന് നടപടികളുണ്ടായി. ഇപ്പോഴും അതിൻ്റെ തുടർ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വിട്ടുപോകുന്നൊരു ഒന്നല്ല. അതിൽ ആരൊക്കെയാണ് അതിൽ പ്രതികൾ, അതിൽ ആ വലിയ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ളത്, അവരെയെല്ലാം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇടപെട്ടു. ഞങ്ങളുടെ BJPയുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശൻ പറഞ്ഞു, BJPയുടെ ഓഫീസിനകത്ത് 9 ചാക്കുകളായിട്ട് നടക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹൈക്കോടതി ചോദിക്കുന്നു ഓരോ കേസിലും എവിടെ പോയി. ഈ കൊടകര കേസിലടക്കം നിങ്ങൾ എവിടെയാണ് എന്ന് EDയോട് ചോദിക്കേണ്ടി വരുന്നത്. ഇതാ വരുന്നു എന്നാണ് പറയുന്നത്. ഒന്നും കൊടുക്കാനില്ല. അത് എവിടെ എടുത്തു വെച്ചു? നമ്മൾ പോലീസ് അന്വേഷണത്തിൽ കൊടകര സംഭവത്തിനെ കുറിച്ച് പോലീസ് കൊടുത്ത റിപ്പോർട്ട് സഹോദരൻ അറിയാലോ? അറിയാം അല്ലേ? അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് എന്താണ് ഉണ്ടായിട്ടുള്ളത്? പാർട്ടിക്ക് എന്ത് ബന്ധമുണ്ട്? പോലീസിന്റെ ലെവലിലുള്ള റിപ്പോർട്ടാണ് പോലീസ് കൊടുത്തത്. തുടർന്ന് EDക്ക് കൈമാറുകയും പിന്നീട് എന്ത് സംഭവിച്ചു നമ്മൾ തർക്കിച്ചിട്ട് ആ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വത്തിലിരിക്കുന്നവർക്കോ യാതൊരു ബന്ധവും ആ കൊടകര സംഭവമായിട്ട് യാതൊരു ബന്ധവും. അതത്രേ ഉള്ളൂ. ചോദിച്ചത് സുരേഷ് ഗോപി MP-യുടെ അതാണ് ചോദിച്ചത്. സുരേഷ് ഗോപി വെറും MP മാത്രമല്ല, നിങ്ങൾക്കറിയാം, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. 5 ദിവസവും അദ്ദേഹം ഡൽഹിയിൽ തുടരണം. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അദ്ദേഹം ഡൽഹിയിൽ തുടരണം. എന്നിട്ടും അദ്ദേഹം ഒഴിവ് വരുന്ന ദിവസങ്ങളിൽ തൃശ്ശൂരിലെത്തുന്നു. രാവിലെ മുതൽ വളരെ വൈകി വരെ തൃശ്ശൂരിലെ ഓരോ ജനകീയ വിഷയങ്ങളിലും ജനങ്ങളുടെ വിഷയങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്നു. ആ കാര്യത്തിൽ കൂടുതൽ സമയം അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വാർത്തകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടുതൽ സമയം തൃശ്ശൂരിലുണ്ട്. മന്ത്രി എന്ന നിലയ്ക്കുള്ള പരിമിതികൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ഒരുപക്ഷെ നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവും. തിരൂർ സതീഷ് പറഞ്ഞു, ഞാൻ ഉന്നയിച്ച കാര്യത്തെ കുറിച്ച് ED എന്നോട് ചോദിച്ചു പോലുമില്ല. അത് തന്നെയാണ് ED ഈ കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു നിലപാട്. കൊടകര കുഴൽപ്പണ കേസ് പോലീസ് അന്വേഷിച്ച് പോലീസ് കോടതി മുഖേന നൽകിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് EDക്ക് അന്വേഷണം നടത്തുകയും കേസ് തുടരുകയും ചെയ്യാം. രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക്
വലിയ തോതിൽ ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം പ്രതികൾ ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കില്ല എന്നുള്ള സമീപനമല്ലേ? ഇപ്പോ അങ്ങ് നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല, കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ട് കേസിൽ ആരാ പ്രതി? BJP-യുടെ ജില്ലാ ഭാരവാഹിയായ ഒരാളാണ്. അദ്ദേഹം BJP നേതാക്കളുമായിട്ടുള്ള ബന്ധം വളരെ പ്രകടമായിരുന്നു. ഫ്ലക്സിലൊക്കെ കൊടുങ്ങല്ലൂർ ഭാഗത്തുണ്ടായിരുന്നതാണ്. ആ കേസും ED അന്വേഷിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ED മിണ്ടിയോ അനങ്ങിയോ? അപ്പോ ഇത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കരുവന്നൂരിൽ മലമറിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? നിങ്ങൾ കേസിൽ ED കേസിൽ പ്രതിയാക്കിയിട്ടുള്ള ആൾ ഹൈക്കോടതി പിന്നെ വിടുതൽ ചെയ്തുകൊണ്ട് നടത്തിയ ജാമ്യം നൽകിക്കൊണ്ട് നടത്തിയ നിരീക്ഷണം ED-ക്കെതിരായിട്ടുള്ള വലിയ പ്രഹരാണ്. ഇപ്പൊ ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് പിന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഞങ്ങളുടെ ഫണ്ട് ഏതാണ്ട് 25-30 വർഷക്കാലം പഴക്കമുള്ള ഞങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. എത്ര ആഴ്ചയെന്ന് അറിയോ? IT വിശദീകരണം നൽകും എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുകയാണ്. ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ്. കേന്ദ്ര അധികാരം ഉപയോഗപ്പെടുത്തി ഞങ്ങളെ വേട്ടയാടാൻ നടത്തിയ ശ്രമമായിരുന്നു അത്. ഇപ്പൊ കരുവന്നൂർ സ്ഥാന സംഘത്തില് പിന്നെ കുഴപ്പമുണ്ടായി, അവിടെ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത് യാതൊരു തർക്കമില്ല. ഒരു സ്ഥാപനത്തിലും അത്തരമൊരു സംഗതി ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. കരുവന്നൂര് ഇപ്പോ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അത് പഴയ പ്രതാപത്തിലേക്ക് വരികയാണ്. നിക്ഷേപം വരുന്നു, നിക്ഷേപർക്ക് തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ BJP-യുടെ പ്രതിനിധിയുടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, എന്താ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ സ്ഥിതി അറിയുന്നത് നിങ്ങൾക്ക്? ഇപ്പൊ കുന്നംകുളത്ത് ഒരു വിഷയം വന്നിരിക്കുകയാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല, പണം തിരിച്ചു കൊടുക്കുന്നില്ല. ആരോട് പറയും പരാതി? ആരേറ്റെടുക്കും ഈ സംഗതികൾ? എന്നാൽ സഹകരണ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല. എവിടെയെങ്കിലും കുഴപ്പം വന്നാൽ ആ കുഴപ്പം കാണിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് റിക്കവറി നടത്തും, അവരെ ജയിലിലിടും, നടപടിയെടുക്കും. സംഭവിച്ചാൽ നിക്ഷേപകർക്ക് ഗവൺമെന്റ് സുരക്ഷ ഒരുക്കുകയും ചെയ്യും. അതാണ് വ്യത്യാസം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇട്ടോൻ പെട്ടു, പൊളിഞ്ഞത് തന്നെയാണ് അതിന്റെ സ്ഥിതി. അവിടെ പട്ടാമ്പി പിന്നെ പാലക്കാട് ജില്ലയിലുണ്ടായ സംഭവത്തിനല്ലേ തെളിയിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പ് വളരെ വളരെ പ്രകടമായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാനാവില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിന് മുമ്പ് എന്തൊരു വലിയ പ്രചരണമായിരുന്നു. പക്ഷെ എവിടെയാണ് MP? കേന്ദ്രമന്ത്രിയായതുകൊണ്ട് MP-യുടെ ചുമതല നിർവഹിക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ എല്ലാ ദിവസവും തൃശ്ശൂർ കാണണമെന്ന് ആർക്കും വാശിയില്ല. പക്ഷെ അദ്ദേഹം MP ആയതിന്റെ റിസൾട്ട് കേന്ദ്ര ബജറ്റിലുണ്ടോ? ജില്ലയിലെ പ്രൊജക്ടുകളിൽ ഫണ്ട് അനുവദിക്കുന്നുണ്ടോ? കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ സംസ്ഥാനത്തിന് ഫണ്ട് അനുവദിക്കാനുള്ള എന്തെങ്കിലും ഇടപെടലുണ്ടോ? അതല്ലേ പ്രശ്നം. കേരളം CPM ഇടതുപക്ഷവും ഭരിക്കുകയാണ്. പക്ഷെ കേരളം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ? നികുതി വീതം വെട്ടിക്കുറയ്ക്കുന്നു, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഘടന മാറ്റുന്നു, നമുക്ക് എയിംസ് പോലെയുള്ള പദ്ധതികളില്ല, നമുക്ക് റെയിൽവേ പദ്ധതികളില്ല. ഇത് കേരളത്തോട് ചെയ്യുന്ന വലിയ അനീതിയല്ലേ? ആരാണ് ഇപ്പൊ ഇത് ചോദിച്ചു വാങ്ങാനുള്ളത്? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും നമ്മൾ കേൾക്കുന്നില്ല. അത് വ്യക്തിപരമായിട്ടൊരു ആക്ഷേപമല്ല. ഈ ജില്ലയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, അദ്ദേഹം ജയിച്ചു. അദ്ദേഹം ജയിച്ചിട്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഒരു വസ്തുതയുമാണ്. ഗാന്ധി 40 ലക്ഷം രൂപയാണ് ഗാന്ധിക്ക് ഒരു സഹായമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം കൊടുത്തു. നിങ്ങൾ സുരേഷ് ഗോപിജി പറഞ്ഞിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഇടപെടലുണ്ടാവും, അത് നടപ്പിലാക്കുകയും ചെയ്യും. മറ്റൊന്നൊരു കാര്യം പറഞ്ഞോട്ടെ, എന്തിനാണ് ഇത്രയും വലിയ വേവലാതി? ഒരു 7 മാസമായിട്ടുള്ളൂ, 8ാം മാസം. 8 മാസമാകുമ്പോഴേക്കും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഞാൻ പറയണത് അദ്ദേഹത്തിന്റെ ജയം അംഗീകരിക്കണം, അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം, മുന്നോട്ട് പോകണം. ചെറിയൊരു കണ്ണോടച്ച പോലെ ഇതോടക്കില്ലേ വരുള്ളൂ. 2 കോടി അന്വേഷണം വിഘ്ന സിനിമയിലുണ്ടല്ലോ, അത്രയ്ക്ക് ഇടീനെ നിങ്ങൾ കണക്കാക്കും, ഒന്നും വരില്ല. കാരണം ബായി കരുണാരം പറയാറുണ്ട് പ്രസംഗിക്കും, ചുട്ടു തിന്നുമ്പോൾ കൊല്ലത്തി പൊങ്ങണം, അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ബഡ്ജറ്റ് രാഷ്ട്രീയ ചർച്ച ഞാൻ പറയണില്ല, ഇവര് പറഞ്ഞുകൊണ്ട് പറയാം, അത് പറയാതെ പോയ ശരിയല്ലല്ലോ.
ബഡ്ജറ്റ് എന്തിനെങ്ങനെയായിരുന്നു രണ്ടു കൂട്ടരും പറയണേ? നമ്മുടെ മുന്നിൽ ഫാക്ട്സ് ഇരിക്കല്ലേ. എന്താണ് തൃശ്ശൂർക്ക് കിട്ടിയത്, എന്താണ് സ്റ്റേറ്റ് വെച്ചത്, എന്താണ് സെൻട്രൽ വെച്ചാണ് എല്ലാവർക്കും അറിയാം. അതിങ്ങനെ വീണ്ടും വീണ്ടും പറയണ്ട. എല്ലാവരുടെയും ഒരു ഫാക്ട് ഉണ്ട്, ഡാറ്റ നോക്കിയാണ് ഒന്നുമില്ല എന്നുള്ളത്. അപ്പൊ മനസ്സിലാവും. ഇനി ബാബേട്ടൻ പറയും.